2018 മാർച്ച് 3-ാം തീയതി നടത്തിയ വിമൻ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ ഞാൻ ഈ ചാനലിട്ട ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ സിംഗുലർ ഫോം ഫ്രം ദ ഗിവൺ വേർഡ്സ്. അപ്പോൾ താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും സിംഗുലർ ഫോം തിരഞ്ഞെടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഡാറ്റ, അതുപോലെ മൈസ്, ടീത്ത്, ഫംഗസ്, ഇതാണ് ഇത് 4 വാക്കുകൾ എന്ന് പറയുന്നത്. അതിൽ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റം എന്ന് പറയുന്നതിൻ്റെ പ്ലൂറലാണ് ഡാറ്റ. അതുപോലെ മൗസ് എന്ന് പറയുന്നതിൻ്റെ പ്ലൂറലാണ് മൈസ്. അതുപോലെ ടൂത്തിൻ്റെ പ്ലൂറൽ ഫോമാണ് ടീത്ത്. അപ്പോൾ ഡാറ്റം എന്ന് പറയുന്നത് സിംഗുലർ, അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഡാറ്റ. അതുപോലെ തന്നെ മൈസ്, അത് മൗസ് എന്ന് പറയുന്നത് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറൽ ഫോമാണ് മൈസ്. അതുപോലെ തന്നെ ടൂത്ത് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറലാണ് ടീത്ത്. എന്നാൽ ഫംഗസ് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറൽ എന്താണ്? ഫംഗിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ സിംഗുലർ ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഫംഗസ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വൺ വേർഡ് ഓഫ് എ ഗവൺമെൻറ് ബൈ എ കിങ് ഓർ എ ക്വീൻ എന്നാണ് ചോദ്യം. അതായത് എ ഗവൺമെൻറ് ബൈ എ കിങ് ഓർ എ ക്വീൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊണാർക്കി എന്ന് കൊടുത്തിട്ടുണ്ട്, ഓട്ടോക്രസി എന്ന് കൊടുത്തിട്ടുണ്ട്, അരിസ്റ്റോക്രസി എന്ന് കൊടുത്തിട്ടുണ്ട്, ഡെമോക്രസി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ വേർഡ് ഓഫ് എ ഗവൺമെൻറ് ബൈ എ കിങ് ഓർ എ ക്വീൻ അല്ലേ? അതായത് ഒരു രാജാവിനാലോ ഒരു രാജ്ഞിയാലോ ഉള്ള ഗവൺമെൻറ്, അതിനെ നമുക്കെന്ത് വിളിക്കാം? മൊണാർക്കി എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? മൊണാർക്കി. MONARCHY, മൊണാർക്കി. അവിടുത്തെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. നമുക്കറിയാം ഓട്ടോക്രസി. എന്താ ഓട്ടോക്രസി? സ്വേച്ഛാധിപത്യം, ഏകാധിപത്യം, അതാണ് ഓട്ടോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അരിസ്റ്റോക്രസി നമുക്കറിയാം ഗവൺമെൻറ് ബൈ നോബിൾ പീപ്പിൾ ആണ് അരിസ്റ്റോക്രസി. ഡെമോക്രസി നമുക്കറിയാം ഗവൺമെൻറ് ബൈ പീപ്പിൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്, അതാണ് ഡെമോക്രസി. ഇവിടെ ആൻസർ എന്താണ്? മൊണാർക്കിയാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് അലേർട്ട് ഈസ്. അതായത് അലേർട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന അർത്ഥം, അതിവിടെ സിനോണിമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എനർജറ്റിക്, ഒബ്സർവൻറ്റ്, വാച്ച്ഫുൾ, ഇൻ്റലിജൻറ്റ് എന്ന്. അപ്പോൾ അലേർട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ ശരിയായ സിനോണിം, അത് നിയറസ്റ്റ് മീനിങ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ വാക്കിൻ്റെയും അർത്ഥം അറിഞ്ഞിരിക്കണം. എനർജറ്റിക് നമുക്കെന്തറിയാം? നമുക്കറിയാലോ എനർജറ്റിക് എന്താണ്? ലൈവ്ലി, അല്ലെങ്കിൽ ഉന്മേഷവാനായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഊർജ്ജത്തോടെ ഇരിക്കുക, അതാണ് എനർജറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒബ്സർവൻറ്റ് നമുക്കറിയാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിരീക്ഷണം ഉള്ള ആൾ നമ്മൾ ഒബ്സർവൻറ്റ് എന്ന് പറയുന്നു. ദെൻ വാച്ച്ഫുൾ എന്ന് വെച്ചാൽ എന്താ? നോക്കി, ഇങ്ങനെ സൂക്ഷ്മമായി നോക്കിയിരിക്കുക, അതാണ് വാച്ച്ഫുൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റലിജൻറ്റ് എന്നാകുമ്പോൾ എന്താണ്? ബുദ്ധിയുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? വളരെ സൂക്ഷ്മമായോടെ നോക്കിയിരിക്കുക, ജാഗ്രതയോടിരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ വാച്ച്ഫുൾ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് അസംബിൾ. അസംബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്, അന്റോണിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക. ഡിസ്പോസ് എന്ന് കൊടുത്തിട്ടുണ്ട്,
ഡിസ്പേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡിസ്പെൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ അസംബിൾ എന്താ ഉദ്ദേശിക്കുന്നത്? കൂട്ടിച്ചേർക്കുക എന്ന അസംബിൾ ഉണ്ട്, ഒന്നിപ്പിക്കുക എന്ന് വെച്ചാൽ പല പല ഘടകങ്ങളായിട്ട് കിടക്കുന്നതിന് ഒന്നിപ്പിക്കുന്നതിന് നമ്മൾ അസംബിൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡിസ്പേഴ്സ് ആണ്, ഭിന്നിപ്പിക്കുക അല്ലെങ്കിൽ പിരിച്ചുവിടുക അല്ലെങ്കിൽ ഭിന്നിപ്പിക്കുക എന്നാണ് ഡിസ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? ബി എന്ന് പറയുന്ന ഓപ്ഷൻ, അത് ഡിസ്പേഴ്സ് ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ ഇൻകറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്, തെറ്റായിട്ട് സ്പെല്ലിങ്ങിൽ എഴുതിയിരിക്കുന്ന വാക്ക്. ഇവിടെ നോക്കുക. അക്കോമഡേറ്റ്, അക്യൂമുലേറ്റ്, റെക്കമെൻഡ്, വെക്കേഷൻ. നമുക്കറിയാം അക്കോമഡേറ്റിന് 2 സിയും വേണം, 2 എമ്മും വേണം. അതിവിടെ ഉണ്ട്, അക്കോമഡേറ്റ്. ദെൻ അക്യൂമുലേറ്റ് നോക്കുമ്പോൾ 2 സിയും 1 എമ്മും വേണം, അപ്പോൾ അക്യൂമുലേറ്റ്, അതും കറക്റ്റാണ്. ദെൻ റെക്കമെൻഡ്, അവിടെ 1 സിയും 2 എമ്മും വേണം, അപ്പോൾ ഇവിടെയും ശരിയാണ്. എന്നാൽ വെക്കേഷനിലേക്ക് വരുമ്പോൾ 1 സി മതി, ഇവിടെ 2 സി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം VACATION എന്നാണ് വെക്കേഷൻ്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ്. പക്ഷേ ഇവിടെ 2 സി എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് തെറ്റായിട്ടുള്ള വാക്ക്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് വെക്കേഷൻ VACCATION എന്ന് തെറ്റായി എഴുതിയിരിക്കുന്ന ആ ഓപ്ഷനാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. ഇവിടെ നോക്കുക. ഈച്ച് ഓഫ് ദ ബോയ്സ് ആർ ക്ലവർ. അടുത്തത് ഈച്ച് ഓഫ് ദ ബോയ്സ് വെയർ ക്ലവർ. ഈച്ച് ഓഫ് ദ ബോയ്സ് ഈസ് ക്ലവർ. ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാവ് ക്ലവർ. അപ്പോൾ ഇവിടെ പ്രശ്നം ഈച്ച് എന്ന് പറയുന്ന വാക്കാണ്. ഈച്ച്, എവരിബഡി, എവരി വൺ, എവരി വുമൺ ആൻഡ് എവരി മാൻ, ഈച്ച് മാൻ ആൻഡ് ഈച്ച് വുമൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈച്ച്, എവരിബഡി, എവരി വൺ ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് തുടങ്ങുന്നുവെങ്കിൽ അവിടെ വരേണ്ടത് എപ്പോഴും സിംഗുലർ ആയിട്ടുള്ള വെർബായിരിക്കണം. അത് ഈച്ചിന് ശേഷം അല്ലെങ്കിൽ എവരിബഡിക്ക് ശേഷം അല്ലെങ്കിൽ എവരി വണ്ണിന് ശേഷം ഇവയ്ക്കെല്ലാം ശേഷം വരേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വെർബായിരിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ പ്ലൂറലാണ് എഴുതിയിരിക്കുന്നത്, സെക്കൻഡ് ഓപ്ഷനിലും പ്ലൂറലാണ്, എന്നാൽ തേർഡ് ഓപ്ഷനിൽ ഈസ്, അതായത് സിംഗുലറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പം സി, ഇവിടുത്തെ തേർഡ് ഓപ്ഷനായ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റീപ്ലേസ് ദ വേർഡ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ് വിത്ത് ദ റൈറ്റ് ഫ്രേസ് ചോസൺ ഫ്രം ദോസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ ചോദ്യം ഫ്രേസൽ വേർബ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു വാക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിന് അനുയോജ്യമായി വരുന്ന അതേ അർത്ഥം വരുന്ന ഫ്രേസ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും എടുത്തെഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എന്താണ്? എബ്രഹാം ലിങ്കൺ വാണ്ടഡ് ടു അബോളിഷ് സ്ലേവറി ഇൻ USA. അതായത് USA അടിമത്തം അവസാനിപ്പിക്കുവാൻ എബ്രഹാം ലിങ്കൺ ആഗ്രഹിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അബോളിഷ് അവസാനിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ അർത്ഥം വരുന്ന ഫ്രേസാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. പുട്ട് ആൻ എൻഡ് ടു, ഇവിടെ ആൻഡ് എന്നല്ല ആൻ എന്നാണ് കേട്ടോ. പുട്ട് ആൻ എൻഡ് ടു, അവിടെ ആൻ എന്ന് വായിക്കുക, ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. അപ്പോൾ പുട്ട് ആൻ എൻഡ് ടു, ദെൻ പുട്ടപ്പ് വിത്ത്, ദെൻ അടുത്ത് പുട്ട് ഓൺ, ദെൻ പുട്ടപ്പ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം പുട്ടപ്പ് വിത്ത് എന്താ? പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് എന്നാണ്, ക്ഷമിക്കുക, സഹിക്കുക എന്നൊക്കെയാണ് പുട്ടപ്പ് വിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പുട്ട് ഓൺ എന്താ? പുട്ട് ഓൺ വിയർ എന്നർത്ഥം, ധരിക്കുക, അണിയുക എന്നൊക്കെയാണ് പുട്ട് ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പുട്ടപ്പ് നമുക്കറിയാം എന്താ? ഇറക്റ്റ്, ബിൽഡ്, ഇറക്റ്റ് എന്നൊക്കെയാണ് പുട്ടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉയർത്തുക, കെട്ടി ഉയർത്തുക എന്നൊക്കെയാണ് പുട്ടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് പുട്ട് ആൻഡ് എൻഡ് ടു? അതാണ് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ നിർത്തലാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? പുട്ട് ആൻഡ് എൻഡ് ടു. എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ആൻഡ് അല്ല, പുട്ട് ആൻഡ് എന്നല്ല, പുട്ട് ആൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ പുട്ട് ആൻഡ് എൻഡ് ടു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ, അതായത് ഓപ്ഷൻ എ.
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഞാൻ ഈ ചാനലിൽ ചെയ്ത ക്ലാസ്സുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി എൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണാവുന്നതാണ്. പിന്നെ എൻ്റെ ഈ ക്ലാസ് ആദ്യമായി കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഏബിളാക്കി വെക്കുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മാർച്ച് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മൾ ലൈവ് ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ് എന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ സമയവും രീതിയും ടൈം ടേബിളും ഒക്കെ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഓൾറെഡി ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.